MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും അവാർഡ് ദാനവും നടത്തി. പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് മഞ്ചേരി ഇക്ബാലിന്റെ അധ്യക്ഷതയിൽ MES സംസ്ഥാന കമ്മിറ്റി ട്രഷറർ OC സലാഹുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 964 MES തുടങ്ങിയപ്പോൾ നമുക്കറിയാം, ഞങ്ങളൊക്കെ പഠിച്ച കോളേജ് പൊന്നാനി MES കോളേജ് 67 മുതൽ സ്ഥാപനം തുടങ്ങി. ആദ്യം തുടങ്ങിയ സ്ഥാപനത്തിൽപ്പെട്ട കോളേജാണ് പൊന്നാനി MES കോളേജ്. അതുപോലെ തന്നെ നമ്മുടെ അസ്മാബി കോളേജ് കൊടുങ്ങല്ലൂർ, മറ്റൊരു കോളേജായ മമ്പാട് കോളേജ്, വേറൊരു മണ്ണാർക്കാട് കോളേജുണ്ട്. എന്തുകൊണ്ട് അവിടെ കോളേജ് തുടങ്ങിയ MES? പിന്നോക്കം നിൽക്കുന്ന പ്രദേശം. എങ്ങനെ പിന്നോക്കം? തീരദേശ മേഖല. MESന് സ്ഥലമില്ലായിട്ടുണ്ടോ? തൃശ്ശൂർ അല്ലെ, എറണാകുളത്ത്, കോഴിക്കോട് അല്ലല്ലോ. ഏറ്റവും പിന്നോക്കുന്ന പ്രദേശങ്ങൾ തീരദേശ മേഖലകൾ. അവിടെ വിദ്യാഭ്യാസം രക്ഷിതാക്കൾക്ക് പോലും ഇല്ലാത്ത പ്രദേശം. എന്താണ് എഴുതാന്ന്, എങ്ങനെ എഴുതുമെന്ന് അറിയാത്ത കാലഘട്ടം. ആ കാലഘട്ടത്തിൽ MES തിരഞ്ഞെടുത്ത പ്രദേശങ്ങളാണ് തീരദേശ മേഖല. അങ്ങനെയാണ് ആദ്യമായി തുടങ്ങിയ സ്ഥാപനം പൊന്നാനി. ആ പൊന്നാനി സ്ഥാപനം അതിലേറ്റവും ആദ്യമായി പൊന്നാനി അവസാനമായി രൂപം കൊണ്ട സ്കൂൾ ഏതാണെന്ന് വെച്ചാൽ അത് പൊന്നാനി MES സ്കൂളാണ്. കാരണം ഇവിടെ ഞങ്ങളൊക്കെ പഠിച്ച MI സ്കൂൾ പോലത്തെ MES സ്കൂൾ പോലത്താണ് എന്നോ തോന്നുന്നത്. നമ്മൾ രക്ഷിതാക്കൾ പഠിച്ച സ്കൂളാണ്. എന്റെ പിതാവ് അധ്യാപകനായിരുന്നു. അപ്പോ പൊന്നാനി താലൂക്കിൽ ഏറ്റവും അവസാനം തുടങ്ങിയ സ്കൂൾ ഇന്ന് മലപ്പുറം ജില്ലയിൽ നമ്പർ 1 സ്കൂൾ ഹയർ സെക്കൻഡറി മാറി. CI ശശീന്ദ്രൻ മേലയിൽ, പൊന്നാനി CI ജലീൽ കറുത്തടത്ത്, MES പ്രസിഡന്റ് PN മുഹമ്മദ്, TV അബ്ദുറഹ്മാൻ മാസ്റ്റർ, ഷഹീല നിസാർ, ബാത്തുഷ, MT ഷെരീഫ്, ഡിനു KR, ലിഷ, താഹിർ ഉണ്ണിത്തറക്കൽ, സൈഫുദ്ദീൻ, ബിന്ദു തോമസ് തുടങ്ങിയ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം. നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ. ഇനി കുറഞ്ഞ ചെലവിൽ പുണ്യഭൂമി സന്ദർശിക്കാൻ ഹജ്ജ് ഉംറ സർവീസ്, കൂടാതെ എയർ ടിക്കറ്റ്, വിസിറ്റ് വിസ, പാസ്പോർട്ട്, ട്രാവൽ ഇൻഷുറൻസ്, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങി എല്ലാ സേവനങ്ങളും. റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ്, ഓപ്പോസിറ്റ് അമാന മാൾ, തൃശൂർ റോഡ്, എടപ്പാൾ.